ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈക. ഇന്ന് നമുക്ക് വ്യത്യസ്തമായ ഒരു കഞ്ഞി, അയാളി അരി കഞ്ഞി അല്ലെങ്കിൽ ഹാലിം സീഡ് പോറേജ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ, നമ്മൾ കഞ്ഞിക്ക് ഉപയോഗിക്കുന്ന അരി, നമ്മൾ ചോറ് വയ്ക്കുന്ന അരി ആയാലും മതി. 1 കപ്പ് അരി, 2 ടേബിൾ സ്പൂണ് ഹാലിം സീഡ് അല്ലെങ്കിൽ ആശാലി അരി, ചുക്ക് ചതച്ചത്, തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും, അരമുറി തേങ്ങയുടേത് എടുത്തു വച്ചിട്ടുണ്ട്. കുക്കറിലോ സാധാരണ പാത്രത്തിലോ ഓപ്പൺ പാനിലോ എങ്ങനെയാണ് റൈസ് കുക്ക് ചെയ്യുന്നത് അങ്ങനെ റൈസ് ആദ്യം കുക്ക് ചെയ്ത് എടുക്കാം. നമുക്ക് ആദ്യം ഞാനിവിടെ കുക്കറിലാണ് അരി വേവിക്കുന്നത്. ആദ്യം വെള്ളമൊഴിച്ച് തിള വന്നതിന് ശേഷം അരി ഇടുക. അരി ഇട്ടതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ചുക്ക്, 2 കഷ്ണം ചുക്ക് ഇടുക. അതിനുശേഷം ആശാലി സീഡ്, വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആശാലി സീഡ് അതും ആ വെള്ളത്തിലോട്ട് അരിയുടെ കൂടെ തന്നെ ഇട്ട് കൊടുത്ത് കുക്ക് ചെയ്യുക. ആശാലി സീഡ് എന്ന് പറയുന്നത് വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സീഡാണ്. ഫ്ലാക്സ് സീഡ് പോലെയൊക്കെ തന്നെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സീഡാണ്. അത് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അത് റിലീസ് ചെയ്യും. അല്ലാതെ നമുക്ക് സാലഡ്സിൻ്റെ കൂടെയും മോരിലും ഒക്കെ ഇട്ട് നമ്മൾ സാധാരണ കസ്കസ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഇത് യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഇവിടെ ഞാൻ കഞ്ഞിയായിട്ടാണ് അത് കഞ്ഞിയിൽ ആഡ് ചെയ്ത് കുക്ക് ചെയ്ത് യൂസ് ചെയ്യുന്നു. എല്ലാം ഇട്ടതിന് ശേഷം ഒരല്പം ഉപ്പും ചേർത്ത് ഞാൻ കുക്കർ അടച്ചു വെച്ച് അരി വേകുന്ന വരെ വേവിച്ചെടുക്കുകയാണ്. അരി വെന്തതിന് ശേഷം നമ്മൾ ആദ്യം എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ, 2-ാം പാൽ, തേങ്ങയുടെ 2-ാം പാൽ ആ റൈസിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത്, വെള്ളമില്ല എങ്കിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കുക. സീഡ്സ് ഒരു 2 ടേബിൾ സ്പൂൺ മതി, ഒരുപാട് യൂസ് ചെയ്യാൻ പാടില്ല. ഇത് ഞാൻ കഞ്ഞിയായിട്ട് വെച്ചത് കൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ എടുത്തത്. സാലഡ്സിലും മറ്റുമൊക്കെ യൂസ് ചെയ്യുകയാണ് എങ്കിൽ 1 ടീസ്പൂണ് മതിയാകും. 1 ടീസ്പൂണിൽ കൂടുതൽ ഇൻടേക്ക് ഒരാൾക്ക് വേണ്ട. 2-ാം പാൽ ഒഴിച്ച് അതൊന്ന് കുക്കായി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിട്ടുള്ള തേങ്ങയുടെ 1-ാം പാലും കൂടെ ചേർത്ത് കൊതിക്കാൻ വിടണ്ട. കൊതിക്കാൻ വരുന്നതിന് മുന്നേ തന്നെ മിക്സ് ചെയ്തിട്ട് സ്റ്റൗവ് ഓഫ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ചുക്കൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് വെന്ത് വരുമ്പം തന്നെ നല്ല ഒരു മണമായിരിക്കും വരുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് ഇത് കഴിക്കാം. ചമ്മന്തിയുടെ കൂടെ കഴിക്കാം. പക്ഷേ അച്ചാറിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ്, നാരങ്ങ അച്ചാറിൻ്റെ കൂടെ കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് വേറെയാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ഹോപ്പ് യു ഓൾ ലൈക്ക് മൈ ചാനൽ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.